പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഇവരുടെയൊക്കെ പവർ നശിച്ച് പടം പോലും ഇല്ലാതെ ഇവരെല്ലാവരും എങ്ങനെങ്കിലും ഒരു സിനിമ നടക്കാൻ വേണ്ടിയിട്ട് പലരുടെയും പിന്നാലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയാണ് പല പ്രമുഖർക്കും. ഇന്നത്തെ പവർ ഗ്രൂപ്പ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും പവർ ഉള്ളവനാണ് പവർ ഗ്രൂപ്പ്. ഇപ്പൊ നസ്ലിൻ അല്ലെങ്കിൽ ബേസിൽ ജോസഫ് തുടങ്ങിയ ചെറുപ്പക്കാരുടെ അടുത്തേക്ക് 1 കോടിയും 2 കോടിയും കൊടുത്തുകൊണ്ട് നിർമ്മാതാക്കൾ പോകുമ്പോൾ അവർക്കാണ് പവർ. അല്ലാതെ പഴയ ആൾക്കാർക്ക് പവറില്ല. ഇന്ന് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമ കാണുന്നതിനെക്കാട്ടും കൂടെ ആൾക്കാർ കാണാൻ താല്പര്യം അല്ലെങ്കിൽ ഇനിഷ്യലി ഒരു പുള്ളു കൊടുക്കുന്നുണ്ട് പുതു തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരുടെ പടങ്ങൾ കാണാൻ. അപ്പം പഴയ ആൾക്കാർ പലരുടെയും പവർ നശിച്ചു പോവുകയും നമ്മൾ വീണ്ടും അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നലകളിൽ അവസാനിച്ച ഒരു പ്രശ്നത്തെക്കുറിച്ച് ഇന്ന് ചർച്ച നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇന്നത്തെ പ്രശ്നം എന്താണ്? ഇന്നത്തെ മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ഈ പരാതി കൊടുത്തേക്കുന്ന ആൾക്കാരിൽ എത്ര പേർ ഇന്ന് സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിലെ മണ്ടത്തരം പറയല്ലേ മാരാരെ. അപ്പൊ 5 കൊല്ലം മുമ്പ് ഒരു കൊലപാതകം നടന്നു, അതിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ റിപ്പോർട്ട് ഇപ്പോഴാണ് കിട്ടുന്നത്. അപ്പൊ അത് അന്വേഷിക്കണ്ടേ? ഇനിയുള്ള കൊലപാതകങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി എന്നാണോ? ഇപ്പൊ അവര് പറയുന്ന അലിഗേഷൻസ് ഫുൾ ഇപ്പൊ സിനിമയിൽ ആക്റ്റീവ് ആയിരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ്. അതായത് സിദ്ദിഖ് ആയാലും മുകേഷ് ആയാലും ജയസൂര്യ ആയാലും ബാബുരാജ് ആയാലും ഇപ്പൊ ആക്റ്റീവ് ആയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ മുമ്പ് അവർ അനുഭവിച്ചതൊക്കെ അനുഭവിച്ചോട്ടെ, ഇനി എന്തെങ്കിലും വന്നാൽ നമുക്ക് അന്വേഷിക്കണം, അങ്ങനെയാണോ? എന്നാ പിന്നെ 2018 ഫ്ലഡ് നടന്നിട്ടുണ്ടായിരുന്നു മുമ്പ്. ആ സമയത്ത് ദുരിതാശ്വാസ ഫണ്ട് തോന്നിയ പോലെ ഉപയോഗിച്ചുകൊണ്ട് 6 കൊല്ലം കഴിഞ്ഞിട്ട് അണ്ണം വന്ന് ഘോര ഇരുന്ന് പ്രസംഗിക്കണ്ടല്ലോ. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. ഇങ്ങേര് എങ്ങനെയാണെന്ന് അറിയോ? ബേസിക്കലി ഇങ്ങേർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എന്ത് വൃത്തികെട്ട പരിപാടി കാണിച്ചാലും ഇങ്ങേര് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ മൂടും താങ്ങിയിട്ട് അതിന്റെ പിന്നാലെ പോകും. അതാണ് ഇങ്ങേരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഈ എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ വിക്കിപീഡിയക്ക് ഇട്ട പുതിയ പേരൊന്നും അല്ല അഖിൽമാരാരെന്നല്ല. ഇനി പിന്നെ മറ്റേ നസ്ലിൻ, അതേപോലെ തന്നെ നസ്ലിന്റെ സിനിമകൾ ഡെഫിനറ്റ്ലി നസ്ലിൻ ബേസിൽ ജോസഫിന്റെ സിനിമകൾ ആൾക്കാർ കാണാൻ പോകുന്നുണ്ട്. ആൾക്കാർക്ക് അവരെ വളരെ ഇഷ്ടമാണ്. കാരണം അതൊക്കെ നമ്മുടെ സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സിനിമയായിരിക്കും. പക്ഷെ അത് പറഞ്ഞിട്ട് മോഹൻലാൽ സിനിമയ്ക്ക് കിട്ടുന്ന കളക്ഷൻ അല്ലെങ്കിൽ മോഹൻലാൽ സിനിമയ്ക്ക് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, മമ്മൂട്ടിക്ക് സിനിമയ്ക്ക് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നൊന്നുമല്ല. അതൊക്കെ തിയേറ്ററിൽ പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം. നമുക്ക് വേണ്ടി ഇരുന്ന് ഘോരം പ്രസംഗിക്കാനല്ലേ അറിയുള്ളൂ. ഇതേപോലെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ധർമ്മജൻ, ഈ റിപ്പോർട്ടർ ഏതൊരു ചാനലിലൊക്കെ ഇരുന്നിട്ട് വന്നിട്ട് ആള് പറയുന്നുണ്ടായിരുന്നു മോഹൻലാലുള്ള കമ്മിറ്റിയാണ് അമ്മ, മമ്മൂട്ടി ഉള്ള ഒരു സംഘടനയാണ് അമ്മ. അതെന്താ മോഹൻലാലും മമ്മൂട്ടി എന്താ ദൈവങ്ങളാണോ? അവര് തെറ്റൊന്നും ചെയ്യില്ല? അല്ലെങ്കിൽ എനിക്ക് അറിയാനായിട്ട് ചോദിക്കുകയാണ്. അവര് കുറെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ അവർക്കെതിരെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഒരു സീരീസ് ഓഫ് മേർഡേഴ്സ് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് 2 പേർക്ക് മുമ്പ് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ ചെയ്ത കൊലപാതകങ്ങളൊക്കെ എഴുതി തള്ളിയിട്ട് അയാളെ വല്ല വിഗ്രഹം പോലെ വെച്ചിട്ട് അമ്പലത്തിൽ പൂജിക്കണോ? അല്ല, അറിയാനായിട്ട് ചോദിക്കുകയാണ്. ഇല്ലാത്ത അമ്മയ്ക്ക് ആദരാഞ്ജലികൾ. ലോ കോളേജ് പിള്ളേരെ അമ്മ സംഘടനയുടെ ഫ്രണ്ടിൽ വെച്ച് റീത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അമ്മ എന്നല്ല മാമ എന്നായിരുന്നു ഈ സംഘടനയ്ക്ക് ശരിക്കും ഉള്ള പേര്. ഇതെന്തോന്നായിട്ട് ഇത് സിനിമാക്കാരെ കാമപ്രാന്തന്മാരെ. എനിക്ക് ഏറ്റവും ചിരി വന്നത് സിദ്ദിഖും ആ ജോമോളൊക്കെ ഇരുന്നിട്ട് ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നില്ലേ? ശരിക്കും ഓസ്കാർ നാഷണൽ അവാർഡൊക്കെ അവരെ മേടിച്ച് നമ്മൾ സിദ്ദിഖിന് കൊടുക്കുക. എന്നാ ഒരു കിടിലൻ അഭിനയമായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം ആള് ബൗൾഡായിന്നേ ഉള്ളൂ. ജോമോളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് അറിയോ? ഞാൻ ദുബായ് കണ്ടിട്ടില്ല, അപ്പൊ ദുബായ് ഇല്ല. എന്നെ പട്ടി കടിച്ചിട്ടില്ല, അപ്പൊ ലോകത്താരെയും പട്ടി കടിച്ചിട്ടില്ല. ശരിക്കും ഞാൻ വിചാരിച്ചു 1 or 2 വിക്കറ്റ് ഒക്കെ പോകുന്നത്. ഇതിപ്പോ മിക്കവാറും ഓൾ ഔട്ട് ആവുന്നതുകൊണ്ട് എന്തായാലും നമ്മുടെ റോളക്സ് പറഞ്ഞ പോലെ തന്നെ നാളേക്ക് ഡേ 1 സ്ക്രാച്ചിൽ നിന്ന് വീണ്ടും തുടങ്ങാം. ഒരു പുതിയ ഏറ എന്തായാലും വരട്ടെ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിലും ചിലവർ വന്നിട്ട് പറയുന്ന എത്രത്തോളം സത്യം, ചിലർ കള്ളം പറയുന്നവരും ഉണ്ടാവും. സോ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അതേപോലെ തന്നെ ശിക്ഷ കിട്ടട്ടെ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കുറെ പേര് പറയുന്നുണ്ടായിരുന്നു, അതായത് ഇവർ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഈ ഫെയിമിന് വേണ്ടി ഇപ്പൊ വന്നിരുന്ന കാര്യങ്ങൾ പറയണമെന്നൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്നവരോട്, ഗവൺമെന്റ് വരെ ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് കുറെ കാലം ഇത് പൂഴ്ത്തി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഗവൺമെന്റ് പോലും ഇത് പുറത്ത് പറയാനുള്ള ധൈര്യമില്ല. അപ്പൊ പിന്നെ സാധാരണക്കാരെ അവർക്ക് എങ്ങനെ ധൈര്യം ഉണ്ടാവും? ഇവര് അത് പറഞ്ഞു കഴിഞ്ഞ് വെച്ച് മാക്സിമം 1 month ഇതിനെ പറ്റി ഡിസ്കഷൻ പറയുന്ന സാധനം ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ അർജുൻ ഉണ്ടായത് എന്താണ്, വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് എന്താ, അതന്നെയായിരിക്കും ഈ റിപ്പോർട്ട് പറയുന്ന സാധനത്തിന് ഉണ്ടാവുക. ഓണം വരും, നമ്മൾ തിരുവാവണി രാവ് പാട്ടും പാടിപ്പോവും. പെടാൻ പോണത് അവരും ആയിരിക്കും. സോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവർ ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. സോ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് ഒരു സൊല്യൂഷൻ എന്നുള്ള ഒരു രീതിയിൽ അത് വരണം. അല്ലാതെ നമ്മൾ മാസം ഇരുന്നിട്ട് 2-3 സ്റ്റാറ്റസും സ്റ്റോറിയും കുറച്ച് ഡിസ്കഷൻ ഒക്കെ ഇട്ടിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. പിന്നെ അടുത്തൊരു ഹോട്ട് ടോപ്പിക് വരും, നമ്മൾ അതിന്റെ പിന്നാലെ പോകും. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതും ഷൂ പറഞ്ഞപ്പോൾ